ഹായ്, നമുക്കിന്നൊരു സിനിമ കാണാൻ പോയാലോ? നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമായ സർവ്വമായ കാണാൻ പോയിട്ട് പോവുകയാണ് ഞാനിപ്പോൾ. ഇത് മെട്രോ തിയേറ്ററിലേക്ക് പോവുകയാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് മെട്രോ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. 140 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ മെട്രോ തിയേറ്റർ. മെട്രോ തിയേറ്റർ വന്നിട്ട് ഏകദേശം 50 വർഷമായി. 50 വർഷത്തെ സെലിബ്രേഷൻ്റെ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാം. ഇത് എൻ്റെ ഫാദർ ആകാൻ പ്രായമുണ്ട് ഈ തിയേറ്ററിന്. രാജൻസ് മെട്രോ, നേരത്തെ മെട്രോ തിയേറ്റർ എന്നായിരുന്നു, ഇപ്പോൾ രാജൻസ് മെട്രോ എന്നാണ് പേര്. താഴത്ത് കയറുമ്പോഴത്തേന് അപ്കമിങ് ജനനായകൻ സിനിമയുടെ പോസ്റ്ററൊക്കെ നമുക്ക് കാണാം. ജനുവരി 9 പടം റിലീസ്. ഇവിടെ മനോഹരമായൊരു അക്വേറിയമൊക്കെ ഉണ്ട്. ഈ തിയേറ്റർ ഇനാഗുറേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രശസ്ത നടൻ സോമനാണ്. ഈ തിയേറ്റർ ഇനാഗുറേറ്റ് ചെയ്തത്. അതിൻ്റെയൊക്കെ അവിടെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മനോഹരമായൊരു അക്വേറിയം ഒക്കെ ഉണ്ട്. 11:15 സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 11 മണിയായതേ ഉള്ളൂ. ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് ആൾ കുറവാണ്. അങ്ങനെ ഫൈനലി തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സിനിമയുടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. സിനിമ അടിപൊളി സിനിമയായിരുന്നു. നിവിൻ പോളിയൊക്കെ ഫീൽഡ് ഔട്ടായി എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പുള്ളി ഗംഭീര തിരിച്ചുവരവാണ് ഈ പടത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നല്ല കഥകൾ കിട്ടുവാണെങ്കിൽ നിവിൻ പോളിക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ ഒരുപാടുണ്ട്. നല്ല അടിപൊളി സിനിമയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നിവിൻ പോളിക്ക് ഒരു നല്ലൊരു സിനിമ ഇറങ്ങുന്നത്. ഇതെല്ലാം നിവിൻ പോളിയുടെ കുഴപ്പമല്ല, ഇത് പുള്ളി വെക്കുന്ന കഥകളുടെ കുഴപ്പമാണ്. നല്ല കഥകൾ വരുവാണെങ്കിൽ നല്ല സിനിമകൾ വരും. പുള്ളിയുടെ സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഇത്ര നാളത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സിനിമ അടിപൊളി സിനിമയാണ്. ആ ജൂറിസുമായിട്ടുള്ള കോംബോ സീനുകളൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.